എയർഫോഴ്സ് സ്കൂളിലെ ഒരു കുഞ്ഞ് സ്പോർട്സ് ഡേ കണ്ടാലോ? കഴിഞ്ഞ വർഷം വരെ നോയ ഉണ്ടായിരുന്നു കേട്ടോ, ഇത്തവണ ലിയാം മാത്രമേ ഉള്ളൂ. കണ്ടിട്ട് വരാം. താങ്ക് യു. ഹാപ്പി സ്പോർട്സ് ഡേ. ഇത്തവണത്തെ പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു. ടീച്ചേഴ്സൊക്കെ അവരുടെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. മാർച്ച് പാസ്റ്റ് ഭയങ്കര അട്രാക്റ്റീവായിരുന്നു. തുടങ്ങുന്നതിന് മുന്നേ ലിയാമിൻ്റെ അടുത്ത് ചെന്നൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി ചെന്നപ്പോൾ അവന് വലിയൊരു ആകാംക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചില കുട്ടികളൊക്കെ അവരുടെ പേരൻസിനെ കാണുമ്പം കാണിക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് കാണണം, അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ ഹാപ്പിയായി. പിന്നെ എന്നെ അവിടെ നിന്ന് പെട്ടെന്ന് പറഞ്ഞു വിട്ടു, കാരണം പേരൻസ് അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ബാക്കി പിള്ളേരും വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ നേരെ തിരിച്ചു വന്നു. നമ്മുടെ മാർച്ച് പാസ്റ്റ് കണ്ടോ, നല്ല രസമില്ലേ? പിള്ളേർക്ക് എന്തായാലും ഒരുപോലെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവർക്ക് സന്തോഷം തരുന്ന, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൊടുത്തത്. ലിയാം എന്നെ കണ്ടപാടെ മുഖം തിരിച്ചൊരു ചെറിയ പുഞ്ചിരിയൊക്കെ പുഞ്ചിരിച്ച് ആ വഴി അങ്ങ് പോയി കേട്ടോ. അപ്പം എല്ലാ ഹൗസുകളും ഉണ്ടായിരുന്നു. റെഡ് ഹൗസ്, യെല്ലോ ഹൗസ്, ഗ്രീൻ ഹൗസ്, ബ്ലൂ ഹൗസ്. അങ്ങനെ അവരുടെ എല്ലാവരുടെയും മാർച്ച് പാസ്റ്റ് എല്ലാം കഴിഞ്ഞാണ് അടുത്ത പരിപാടികൾ തുടങ്ങിയത്. പിന്നെ ഇവിടുത്തെ എയർഫോഴ്സ് സ്കൂളിൽ 3rd ക്ലാസ് വരെ ഉള്ളു കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതലും കുഞ്ഞു മക്കളാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് പറ്റുന്ന പരിപാടികളാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുക. അത് കഴിഞ്ഞ് ഓരോ ഹൗസിലെ ക്യാപ്റ്റൻസ് എല്ലാവരും ഓത്തൊക്കെ എടുത്ത് ലൈറ്റൊക്കെ പാസ് ചെയ്ത് പരിപാടികളൊക്കെ തുടങ്ങി. യൂണിറ്റിലെ കമാൻഡിങ് ഓഫീസറാട്ടോ നമ്മുടെ ലൈറ്റൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തത്. അടിപൊളി പരിപാടികളായിരുന്നു. എല്ലാം വെറൈറ്റി പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പരിപാടികളായിരുന്നു എല്ലാം. അതായത് ഈ വീഡിയോയിൽ ഇതിൽ ലിയാമുണ്ട് കേട്ടോ. ജസ്റ്റ് മിസ്സിലാണ് അവന് 3rd പോയത്. എന്നാലും പിള്ളേർ ഒത്തിരി എൻജോയ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു. ഇപ്പോൾ ഇവിടെ വിൻ്റർ സ്റ്റാർട്ടായി. ആ സമയത്തേക്ക് ഒരു 16, 17 ക്ലൈമറ്റ്. വെയിലുണ്ടെങ്കിലും നല്ല സുഖമായിരുന്നു. അതുകൊണ്ട് തന്നെ പിള്ളേർക്കും വലിയ മടുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ നല്ല എൻജോയ് ചെയ്താട്ടോ അവരവരുടെ കളികളെല്ലാം കളിച്ചത്. അവർക്കൊരു കളി പോലെയാണ് എല്ലാം ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാ കുഞ്ഞുമക്കളും എൻജോയ് ചെയ്താണ് എല്ലാ പരിപാടിയും ചെയ്തത്. അങ്ങനെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞ് ഹോൾ സ്കൂളും ടീച്ചേഴ്സും എല്ലാം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടാട്ടോ